അപ്പോൾ ഇന്ന് നമ്മുടെ അക്വേറിയം നുബി ബ്രാഞ്ചിൻ്റെ അക്വേറിയത്തിൽ നമ്മൾ 1 വീക്കായി ഓൾറെഡി നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ഇന്ന് വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യുന്നൊരു ഫുൾ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കയറി കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊക്കെ വീട്ടിലൊരു പെറ്റൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു മിനിയേച്ചർ മറൈൻ അക്വേറിയമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അക്വേറിയം നിങ്ങളുടെ വീട്ടിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ചില ടൈമിൽ നമുക്കിപ്പോൾ ഒരു 2 വീക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം വറ്റിപ്പോവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എയർ വാട്ടറൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വരും വീഡിയോകളിൽ അത് ജസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരാം, ഒരു അപ്ഡേറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ചെറിയ കുട്ടികളെല്ലാം ഈ ഒരു അക്വേറിയം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോക്സിൻ അടങ്ങിയിട്ടുള്ള കാരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഒരു വലിയ ആൾക്കാരുടെ കൂടെ ഇത് വളർത്താൻ നോക്കിയാൽ മതി. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു അക്വേറിയമാണിത്. ഇതിൽ അധികം മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിന് ലൈറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഓഫാക്കിയിട്ടാണ് വെക്കാറ്. അതുപോലെ തന്നെ വെള്ളം വറ്റി പോകുമ്പോൾ നമുക്ക് എയർ വാട്ടർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി എപ്പോഴും സോൾട്ടിനിട്ട് ചെക്ക് ചെയ്യണം നമ്മുടെ അക്വേറിയത്തിൻ്റെ. അപ്പോൾ നമ്മുടെ അക്വേറിയം നമുക്ക് എപ്പോഴും വെള്ളം വറ്റിപ്പോവും. അപ്പോൾ സോൾട്ടിനിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് സോൾട്ടിനിട്ട് കൂടാനാണ് ചാൻസ്, കുറയാൻ ചാൻസ് ഇല്ല. എന്നാലും ഇങ്ങനെ വെള്ളം വറ്റി പോകുന്ന നേരത്ത് സോൾട്ടിനിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വീക്കിലി എപ്പോഴും ഒരു സോൾട്ട് വാട്ടർ അക്വേറിയം വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സോൾട്ട് വാട്ടർ അക്വേറിയത്തിൽ നമ്മൾ നോർമൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റിഫ്ലക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്കായ കാരണം വാട്ടറിൻ്റെ റിഡക്ഷനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂ എല്ലാം കറക്റ്റാണ്. ഇതിൽ ഒരു മറൈൻ ഹോബിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു റിഫ്ലക്ട്രോമീറ്റർ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ റിഫ്ലക്ട്രോമീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് കയറി കാണാം. അപ്പോൾ ഇനി നമുക്ക് വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ വീക്കിലി ഞാൻ ഈ ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. നമ്മളൊരു വാട്ടർ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ മാക്സിമം ഒരു 30% അതല്ലെങ്കിൽ 20%, 10% വാട്ടർ മാത്രം ചേഞ്ച് ചെയ്യാൻ മതി. നമ്മളുടെ അപ്പോൾ അമോണിയ ലെവലും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മാറ്റിയാൽ മതി. ചില സമയങ്ങളിൽ നമുക്ക് 1 വീക്കിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരും ടൈമിൽ ഇതിൻ്റെ ടൈമിങ് നമുക്ക് കൂടുതൽ കിട്ടും വെള്ളത്തിൻ്റെ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ചെറിയ അക്വേറിയമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വൈറ്റ് ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ അടിയിൽ സമ്പുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം നമ്മൾ മാറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ സമ്പും മുകളിലത്തെ ഭാഗവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 30% വെള്ളമാണ് ഇപ്പോൾ മാറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അമോണിയൊക്കെ കുറച്ച് ഇംബാലൻസ് ആയിരിക്കും നമ്മൾ പുതിയ അക്വേറിയം സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീക്കിലി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ സമ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അക്വേറിയം ജസ്റ്റ് ഇങ്ങനെ മെല്ലെ നമുക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥ. ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കാര്യങ്ങളൊന്നും വറ്റിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അഴുക്കോ കാര്യങ്ങളൊന്നും അധികം കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കേണ്ട 1 വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇതൊക്കെ നമുക്ക് ഇനി ഒരു 1 മന്തിന് ശേഷം നമുക്കൊന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിനി അതുപോലെ തന്നെ നമുക്ക് റീഫിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് മെല്ലെ നമുക്ക് നമ്മുടെ സോൾട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സോൾട്ട് വാട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാൻ കയറി ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ ഒറ്റ പ്രാവശ്യം നമുക്ക് വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊരു അക്വേറിയം പിന്നെ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും വാട്ടർ പാരാമീറ്റർ ചെക്ക് ചെയ്യേണ്ടത്, സോൾട്ടിനിറ്റി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി വെള്ളം ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, ബാലൻസ്. അപ്പോൾ അതിൽ ചില ടൈമിൽ വെള്ളത്തിൻ്റെ സോൾട്ടിനിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്.
പക്ഷെ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ വരാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളുടെ സോൾട്ട് വാട്ടർ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സോൾട്ട് ഓൾമോസ്റ്റ് എല്ലാ ലെവലും കറക്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ഇവയ്ക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നുബിബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ജീവി ആക്ച്വലി നമ്മളൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനടിയിലത്തെ മൈക്രോ ഫോട്ടോഗ്രാഫി അവയ്ക്ക് വളരെയധികം സുന്ദരമായൊരു ഫോട്ടോകൾക്ക് വളരെയധികം രസകരമായൊരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. വളരെ രസകരമായിട്ടുള്ള പല പല കളറുകളിലും ബൊമ്മ പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2 കളറുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. നമുക്ക് പല പല വെറൈറ്റികളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീവനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാം.